വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പോളിനോമിയലിൻ്റെ ലാസ്റ്റ് എക്സസൈസ് 2.2ലുള്ള എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് എക്സസൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എക്സസൈസ് 2.2. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി സീറോസ് of the polynomial following quadratic polynomial and verify the relationship between zeros and coefficient. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഫസ്റ്റിലത്തെ നമ്മൾ സീറോസ് കാണണം ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്. പിന്നെ നമ്മൾ വെരിഫൈ ചെയ്യണം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസും കോഎഫിഷ്യൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ വെരിഫൈ ചെയ്യണം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? x² - 2x - 8 ആണ്. അപ്പോൾ ഈ പറയുന്ന പോളിനോമിയലിൻ്റെ എന്ത് കാണണം? നമ്മൾ സീറോസ് ഓഫ് ദ പോളിനോമിയൽ കാണണം. ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ കാണണം. പിന്നെ എന്താണ്? നമ്മൾ റിലേഷൻഷിപ്പും കാണണം. അപ്പോൾ ഇത് ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. അപ്പോൾ P(x) നമ്മൾ ആൻസർ എഴുതുകയാണ്. എന്ത്? P(x) = നമുക്ക് എന്ത് കൊടുക്കാം? x² - 2x - 8 എന്ന് എഴുതി. ഇനി സീറോ ഓഫ് ദ പോളിനോമിയൽ ഈസ് ദ വാല്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? P(x) = 0 ആയിരിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ P(x) = 0 എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ പോളിനോമിയൽ =0 എന്ന് കൊടുക്കുക. എന്നിട്ട് ആ എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. =0 എന്ന് കൊടുത്തു. അതായത് P(x) = 0 ആണ്. പുട്ടിങ് അതായത് കാരണം നമ്മൾ സീറോസ് ഓഫ് ദ പോളിനോമിയലാണ് കാണുന്നത്. പുട്ടിങ് P(x) = 0. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ആ സ്പ്ലിറ്റ് ചെയ്യണം. മിഡിൽ ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതണം. നമുക്ക് -2 എന്ന് കിട്ടണം. അപ്പം നമ്മൾ എന്താണ്? സമ്മ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സമ്മ് നമുക്ക് -2 എന്ന് കിട്ടണം. പിന്നെ എന്താണ്? പ്രോഡക്റ്റ് നമുക്ക് എന്ത് കിട്ടണം? ഈ -8 കിട്ടണം. പ്രോഡക്റ്റ് = നമുക്ക് എന്ത് കിട്ടണം? -8 കിട്ടണം. അങ്ങനെ കിട്ടുന്ന ഇതെന്താണ് വരുന്നത്? സമ്മ് -2 പ്രോഡക്റ്റ് -8 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുക? അപ്പോൾ പ്രോഡക്റ്റ് ആൻഡ് സമ്മ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ വാല്യൂസ് കൊടുക്കുകയാണ്. ഇപ്പോൾ പ്രോഡക്റ്റും സമ്മും കിട്ടണം. അപ്പോൾ നമുക്ക് -8 × 1 ആയാൽ നമുക്ക് എന്താ കിട്ടുക? -7 ആണ് കിട്ടുക. പ്രോഡക്റ്റ് കിട്ടുന്ന സമ്മ് നമുക്ക് ഇതിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് 8 കിട്ടും. പക്ഷേ സമ്മ് എത്രയാണ് കിട്ടുക? -7 ആണ് കിട്ടുക. പക്ഷേ ഇത് നമുക്ക് കിട്ടില്ല. അത് പറ്റില്ല. അപ്പം ആ 1ഉം 8ഉം കിട്ടില്ല. പിന്നെ 8 പ്രോഡക്റ്റ് കിട്ടുന്നത് നമുക്ക് എന്താണ്? 2 × 4 എടുക്കുക. 2 × 4 -2 -2 × 4. അതിൻ്റെ പ്രോഡക്റ്റ് എന്താണ്? 8 -8 വരുന്നുണ്ട്. പക്ഷേ 2 + 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 + 4 എന്ന് പറയുന്നത് 2 ആണ് വരുന്നത്. -2 + 4 എന്ന് പറഞ്ഞാൽ അതാണ്. അതും കിട്ടില്ല. പിന്നെ നമുക്ക് കിട്ടുന്നത് എന്താണ്? 2 × -4 ചെയ്താൽ പ്രോഡക്റ്റ് എന്താ കിട്ടുന്നത്? -8 കിട്ടുന്നുണ്ട്. 2 + -4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? -2 കിട്ടും. അപ്പോൾ അതല്ലേ നമുക്കിവിടെ കിട്ടുന്നത്? സമ്മ് -2 കിട്ടണം, പ്രോഡക്റ്റ് -8 കിട്ടണം. അപ്പോൾ ആ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കി എഴുതാം? x² നമുക്ക് അപ്പോൾ x² - 2x - 8 = 0. അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് നമുക്ക് 2ൻ്റെയും 4ൻ്റെയും ടേമിലേക്ക് മാറ്റി എഴുതണം. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? x² - ഇപ്പോൾ ഇവിടെ എന്താണ്? -2 ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ x - 4x അതായത് 2x ഇതിനെ മാറ്റി എഴുതുകയാണ്. 4x +
2x മൈനസ് 8 is equal to 0. ഇതെന്തായാലും എന്താണ് ഇവിടെ -2 തന്നെയാണ് കിട്ടുന്നത് അല്ലേ. 4xൻ്റെ അകത്ത് നിന്ന് +2 പോയാൽ -2 അല്ലേ കിട്ടുക. അപ്പോൾ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എക്സ് പുറത്തെടുത്തിട്ട് എഴുതുമ്പം എക്സ് ഇൻറ്റു ഇതിൻ്റെ അകത്ത് നിന്ന് എക്സ് പോയാൽ എക്സ് മൈനസ് 4 പ്ലസ് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് 2 പുറത്തെടുക്കാം. 2 പുറത്തെടുക്കുമ്പോൾ എക്സ് മൈനസ് 4 വന്ന് ഈക്വൽ ടു 0. രണ്ടിലും എക്സ് മൈനസ് 4 കോമൺ ആയതുകൊണ്ട് നമുക്ക് എക്സ് മൈനസ് 4 പുറത്തെടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, പിന്നെ എന്താണുള്ളത്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഉണ്ട് എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് വന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, എക്സ് മൈനസ് 4 is equal to 0 ഓർ എക്സ് പ്ലസ് 2 is equal to 0. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് എന്തെല്ലാം കിട്ടുക, -2 4 കിട്ടും. ഇതാണ് നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്തിട്ട് കിട്ടുന്നത്. അപ്പം നമുക്ക് വെരിഫൈ ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യണം റിലേഷൻ. ഇനി നമുക്ക് സീറോസ് കിട്ടി, ഇതിൻ്റെ വാല്യൂസ് കിട്ടി. ഇനി നമ്മൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസും കോയിഫിഷ്യൻറ്റും തമ്മിൽ വെരിഫൈ, അടുത്തത് എന്താണ്, വെരിഫൈ ചെയ്യാണ്. വെരിഫൈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോയിഫിഷ്യൻറ്റ്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ്, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം, x² മൈനസ് 2x മൈനസ് 8 ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം, ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുക മറ്റേ ഇത് സ്റ്റാൻഡേർഡ് ഫോമിലുള്ള എക്സ് സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഇസ് ഈക്വൽ ടു 0 സ്റ്റാൻഡേർഡ് കോയിഫിഷ്യൻ്റ് എടുത്തു. അപ്പോൾ ഇതിൽ a ഈക്വൽ ടു വാല്യൂ എന്താണ്, ഇവിടെ എക്സിൻ്റെ x² കോയിഫിഷ്യൻ്റ് 1 ആണ്. ബീൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ b ഇവിടെ എന്താണ് -2 ആണ്. സീൻ്റെത് c ഇസ് ഈക്വൽ ടു -8 കിട്ടി. ഇനി നമുക്ക് സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സം ഓഫ് സീറോസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് കോയിഫിഷ്യൻ്റ് ഓഫ് ആദ്യത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്യാം. കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എന്താണ്, കോയിഫിഷ്യൻ്റ് ഓഫ് x² ആണ്. അപ്പോൾ ഇവിടെ മൈനസ് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമുക്കിവിടെ ആൽഫ പ്ലസ് ബീറ്റ എന്നിടാം. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ -b/a ആണ്. ഇവിടെ -b എന്ന് പറഞ്ഞാൽ എന്താണ്, -2 ആണ്. -2 ഡിവൈഡഡ് ബൈ a എന്ന് പറഞ്ഞാൽ 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് സീറോസ് ഓഫ് ദ പോളിനോമിയൽ എന്താ കിട്ടിയ, ആൽഫ ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയത്, ആൽഫ ഈക്വൽ ടു -2 ആൻഡ് ബീറ്റ ഈക്വൽ ടു ആൽഫ ഈക്വൽ ടു നമുക്ക് എന്തായിരുന്നു കിട്ടിയത്, ആൽഫ ഈക്വൽ ടു -2 ആൻഡ് ബീറ്റ ഈക്വൽ ടു 4 ആണ് കിട്ടിയത്. അപ്പോൾ ബീറ്റ ഈക്വൽ ടു 4. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു എന്താണ്, -2 പ്ലസ് 4, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 2 ആണ്. അപ്പോൾ LHS ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, RHS എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ സം ഓഫ് ദ കോയിഫിഷ്യൻ്റ് നമ്മൾ വെരിഫൈ ചെയ്തു. അതായത് സം ഓഫ് ദ സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -b/a ആണ്. അതായത് മൈനസ് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് x². അപ്പം ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -b/a. നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ എന്താണെന്ന് കണ്ടുപിടിക്കുക -b/a രണ്ടും ഈക്വൽ ആണെന്ന് നോക്കുക. ആൽഫ നമ്മൾ സീറോസ് ഓഫ് ദ പോളിനോമിയൽ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് ആൽഫയും ബീറ്റയും. ആൽഫ എന്ന് പറയുന്നത് -2 ആൻഡ് ബീറ്റ എന്ന് പറയുന്നത് 4 ആണ്. ഈ ആൽഫ പ്ലസ് ബീറ്റ ചെയ്ത് നോക്കുക, അതെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 2 ആണെന്ന് കിട്ടി. ഇനി -b/a ചെയ്ത് നോക്കുക. -b/a എന്ന് പറഞ്ഞാൽ -2 ഡിവൈഡ് ബൈ 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്നും കിട്ടി. അപ്പോൾ എന്താണ്, ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ 2 ആണ്, -b/a ഈക്വൽ ടു 2 ആണ്. അപ്പോൾ LHS ഈക്വൽ ടു RHS. അപ്പോൾ നമ്മൾ സം ഓഫ് ദ സീറോസ് നമ്മൾ വെരിഫൈ ചെയ്തു. ഇനി നമുക്ക് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തായിരിക്കാം, കോൺസ്റ്റൻറ്റ്, അതെന്താണ്, കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ
കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു ബീറ്റയാണ്. ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? -2 × 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -8 എന്ന് കിട്ടി. ഇനി ആൽഫ ഇൻറ്റു ബീറ്റ സീക്വൽ ടു മറ്റേത് ആൽഫ ഇൻറ്റു ബീറ്റ സീക്വൽ ടു മൈനസ് പ്ലസ് കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡ് ബൈ എ ആണ്. സി ബൈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? സി ബൈ എ ഈക്വൽ കോൺസ്റ്റൻറ്റ് ടേം എത്രയാണ്? -8 ആണ്. ഡിവൈഡ് ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -8 എന്ന് കിട്ടി. അപ്പോൾ എന്താണ്? LHS ഈക്വൽ ടു എന്ത് കിട്ടി? RHS എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോയിഫിഷ്യൻ്റ് നമ്മൾ വെരിഫൈ ചെയ്തു. അപ്പോൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈച്ച്. അപ്പം അടുത്ത് എന്താണ്? ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ ഫോളോയിങ് പോളിനോമിയൽ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് 4s² - 4s + 1 എന്നാണ്. ഇതും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക, മിഡിൽ ടേമിന് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുമ്പം നമുക്ക് സമ്മ് എന്താ കിട്ടണത്? -4 എന്നും കിട്ടണം. പ്രോഡക്റ്റ് നമുക്ക് എന്ത് കിട്ടണം? പ്രോഡക്റ്റ് ഈക്വൽ ടു അപ്പോൾ -4s + 1 അല്ല ഫീ ഫൈൻഡർ. അപ്പോൾ നമ്മൾ മിഡിൽ ടേമിന് ഇതാക്കും. 4s² - 4s + 1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ സമ്മ് ഈക്വൽ ടു -4 എന്നും കിട്ടണം. പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു 4 ആണെന്നും കിട്ടണം. അപ്പോൾ ഇതിനെ നമ്മൾ ഇതാക്കുമ്പോൾ എന്ത് വരും? സം ആൻഡ് പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ഇതെന്ത് ചെയ്യാം? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 4s². അപ്പോൾ നമുക്ക് സീറോ ഓഫ് ദ പോളിനോമിയൽ കണ്ടപ്പോൾ നമ്മൾ പി ഓഫ് എസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് പോളിനോമിയൽ. അപ്പോൾ ഇവിടെ എക്സിന് പകരം എസ് ആയതുകൊണ്ട് പി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 4s² - 4s + 1 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? പി ഓഫ് എസ് എന്ന് പറയുമ്പോൾ അപ്പോൾ പി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 0 ആണല്ലോ, സീറോസ് ഓഫ് ദ പോളിനോമിയൽ. അപ്പോൾ നമ്മൾ 4s² - 4s + 1 ഈക്വൽ ടു 0 എന്ന് എടുത്തു. അപ്പോൾ ഇതിനെ നമ്മൾ പ്രോഡക്റ്റിനെ നമ്മൾ ഇതാക്കുമ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? അപ്പോൾ 4s² -4 ഉണ്ടാക്കുമ്പോൾ എന്താണ്? -2s എന്ന് പറഞ്ഞാൽ എന്താണ്? -4s ആണ്. +1 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഈ 4s-ൻ്റെ അകത്തുനിന്ന് നമുക്ക് s² 2s പുറത്തെടുക്കുക. ഇതിൻ്റെ അകത്ത് 2s പുറത്തെടുക്കുക. ഇതിൻ്റെ അകത്ത് എടുക്കുമ്പോൾ എന്ത് വരും? s - 1 എന്ന് വരും. ഇവിടുന്ന് ഇതിൻ്റെ അകത്തുനിന്ന് എന്ത് ചെയ്യണം? -1 പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ -1 പുറത്തെടുക്കുമ്പം നമുക്ക് എന്ത് കിട്ടുക? 2s - 1 എന്നതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ക്ലിയർ ആയല്ലോ? അതായത് ഇതിൻ്റെ അകത്തുനിന്ന് 4s-ൻ്റെ അകത്തുനിന്നും 2s-ൻ്റെ അകത്തുനിന്നും 2s പുറത്തെടുത്തു, s - 1 എഴുതി. ഇവിടെ നമുക്ക് രണ്ടിലും കോമൺ ആയിട്ട് -1 പുറത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് 2s - 1 എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ 2s ആണ്, 4s ആയതുകൊണ്ട്. അപ്പോൾ 2s - 1 എല്ലാത്തിലും കോമൺ ആയതുകൊണ്ട് 2s - 1 × 2s - 1 ഈക്വൽ ടു 0 എന്ന് എഴുതാം. അങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 2s - 1 ഈക്വൽ ടു 0 ആൻഡ് 2s - 1 ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ ഈ 2s - 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 2s ഈക്വൽ ടു 1, s ഈക്വൽ ടു 1/2, അതുപോലെ തന്നെ 2s ഈക്വൽ ടു 1 ആൻഡ് s ഈക്വൽ ടു 1/2. അങ്ങനെ 2 വാല്യൂ കിട്ടി അല്ലേ?
അപ്പോൾ ആൽഫ സീക്വൽ ടു നമുക്ക് എന്ത് കിട്ടി 1/2 ആൻഡ് ബീറ്റ സീക്വൽ ടു നമുക്ക് എന്ത് കിട്ടി 1/2 എന്ന് കിട്ടി. ഇതാണ് റൂട്ട് ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ സീറോ ഓഫ് ദ പോളിനോമിയൽ നമുക്ക് എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. എന്തിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് ദ സീറോസ് സം ആൻഡ് പ്രോഡക്റ്റ് നമുക്ക് സം ഓഫ് ദ സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ എന്താണ് സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് ഇതാക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ തന്നിരിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, പി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 4s² മൈനസ് 4s+1 ആണ്. ഇനി രണ്ടാമത്തെന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഫോർമുല എന്ന് പറയുന്നത് അടുത്തത് എന്താണ്, as² പ്ലസ് bs+c ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് രണ്ടിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഓരോന്നിൻ്റെ എയിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എ ഈക്വൽ ടു ഇവിടെ എന്താണ് 4 ആണുള്ളത്, എ ഈക്വൽ ടു 4 ആൻഡ് ബി ഈക്വൽ ടു എന്താണ് വരുന്നത് -4 ആൻഡ് സി ഈക്വൽ ടു ഇവിടെ 1 ആണുള്ളത്. ഇനി സം ഓഫ് ദ സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സം ഓഫ് സീറോസ് ഈക്വൽ ടു എന്താണ്, കോയിഫിഷ്യൻ്റ് മൈനസ് ഓഫ് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഓഫ് x² ആണ്. സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് b/a ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ടു പ്രൂവ് ദാറ്റ് എന്താണ് LHS ഈക്വൽ ടു RHS എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ആൽഫ പ്ലസ് ബീറ്റ കാണുകയാണ്. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് 1/2 പ്ലസ് 1/2 അല്ലേ. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1/2 പ്ലസ് 1/2 അതെന്ന് പറഞ്ഞാൽ എന്താണ് 1 ആണ്. ഇനി നമ്മൾ മൈനസ് b/a കാണുകയാണ്. മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് -4 ആണ്, ഡിവൈഡഡ് ബൈ 4 എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്തു, നമ്മൾ പ്രൂവ് ചെയ്തു LHS ഈക്വൽ ടു RHS എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. അപ്പോൾ സം ഓഫ് സീറോസ് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി അടുത്തത് എന്താണ്, പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആണ് നമുക്ക് കണ്ടത്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് കാണണം. പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, കോൺസ്റ്റൻ്റ് ടേം ഡിവൈഡഡ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് എന്താണ് ഓഫ് x² ആണ്. അപ്പോൾ അതായത് പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു എന്താണ് c/a എന്നെഴുതി. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആൽഫ ഇൻറ്റു ബീറ്റ കാണുക നമുക്ക്. ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു എന്താണ് ടു പ്രൂവ് ചെയ്യണം നമുക്ക് അല്ലേ. ടു പ്രൂവ് ദാറ്റ് ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു c/a. ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ് 1/2 ഇൻറ്റു 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും 1/4 എന്ന് കിട്ടി. ഇനി c/a എന്ന് പറഞ്ഞാൽ എന്താണ്, സി നമുക്ക് എന്താണ് കിട്ടിയത്, സി എന്തായിരുന്നു നമുക്ക് കിട്ടിയത് 1 ആയിരുന്നു. അപ്പോൾ ബി ഈക്വൽ ടു എന്താണ്, ബി ഈക്വൽ ടു -4 അല്ലേ. അപ്പോൾ കോൺസ്റ്റന്റ് ടേം സി എന്താണ്, സി ഈക്വൽ ടു നമുക്ക് ആൽഫ ഇൻറ്റു ബീറ്റ കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് x² ആണ്. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് x² എന്ന കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. കോയിഫിഷ്യൻ്റ് ഓഫ് x² എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടിയല്ലോ. ദാറ്റ് ഈസ് എന്താണ് LHS ഈക്വൽ ടു RHS എന്ന് കിട്ടി. അപ്പോൾ ഇനി അടുത്ത മാത്സും കൂടെ പ്രോബ്ലം കൂടെ എഴുതുമ്പോഴത്തേക്ക് വീഡിയോ വലുതായിപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ രണ്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വീഡിയോയിൽ ചെറിയ വീഡിയോസ് ആയിട്ട് ഇടാം. ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. മാത്സ് നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. എവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നതെന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഫുൾ മാർക്ക് വാങ്ങുമെന്നുള്ള വിശ്വാസത്തിൽ അത് ഉറപ്പിച്ച് വിശ്വസിച്ച് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കരുത്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ